എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പണത്തെക്കുറിച്ചോർത്ത് എപ്പോഴെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ബില്ല് വരുമ്പോഴോ ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോഴോ നെഞ്ചിലൊരു ഭാരം വരാറുണ്ടോ? ആ ഉത്കണ്ഠയെ ഒരു ആത്മവിശ്വാസമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ? ഇന്ന് റമിത് സേത്തിയുടെ ഞാൻ നിങ്ങളെ സമ്പന്നനാകാൻ പഠിപ്പിക്കാം എന്ന സിസ്റ്റം ഉപയോഗിച്ച് അത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിക്കാം, അല്ലേ? പണം എന്നു പറയുന്നത് പലർക്കും ഒരു വലിയ തലവേദനയാണ്. ഒരു നല്ല കാപ്പി കുടിക്കുമ്പോഴോ ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങുമ്പോഴും മനസ്സിലൊരു കുറ്റബോധം തോന്നാറുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ഫീലിങ്ങിലൂടെ കടന്നുപോകുന്നത് ഒരുപാട് പേരാണ്. എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം, പണം ലാഭിക്കണമെന്നും എവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്നും. എന്നിട്ടും എന്താ നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യാതെ മടിച്ചു നിൽക്കുന്നത്? കാരണം ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ റമിത് സേതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യഥാർത്ഥ ശത്രു അറിവില്ലായ്മയല്ല, മറിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നതാണ്. ആ ഒരു മടിയെയാണ് നമ്മളിന്ന് മറികടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പണത്തെക്കുറിച്ചുള്ള ടെൻഷനിൽ നിന്ന് തുടങ്ങി പടിപടിയായി നിങ്ങൾ ശരിക്കും സ്വപ്നം കാണുന്ന ഒരു ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ കാണും. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? ആദ്യം തന്നെ, എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ പ്രശ്നമാണെങ്കിലും അതിന്റെ കാരണം നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പരിഹാരവും വളരെ എളുപ്പമാവും. സാധാരണ സാമ്പത്തിക ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാ? ചായ കുടിക്കരുത്, സിനിമയ്ക്ക് പോകരുത്, അത് വാങ്ങരുത്, ഇത് വാങ്ങരുത്. കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ശിക്ഷ പോലെ തോന്നൂ, അല്ലേ? എന്നാൽ റമിത് സേthi ആ പഴയ നിയമങ്ങളെയെല്ലാം പൊളിച്ചെഴുതുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് ശരിക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായി അടിപൊളിയായിട്ട് പണം ചെലവാക്കുക. നിങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത കാര്യങ്ങളെ ഒരു ദയയുമില്ലാതെ വെട്ടിക്കുറയ്ക്കുക. ഇതൊരു പുതിയ ചിന്താരീതിയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സമ്പന്നമായ ജീവിതം? ഇത് സ്വയം പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ചോ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചോ അല്ല, മറിച്ച് നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്താണോ അതിനുവേണ്ടി നിങ്ങളുടെ പണത്തെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത് ഇവിടെയാണ്. കുറ്റബോധത്തോടെ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം വലിയ വിജയങ്ങൾക്കായി നിങ്ങളുടെ പണം ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന് വലിയ വിൽ പവറിൻ്റെയൊന്നും ആവശ്യമില്ല. വേണ്ടത് നല്ലൊരു സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സമ്പന്നമായ ജീവിതം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിലർക്ക് അത് കടങ്ങളില്ലാത്തൊരു ജീവിതമായിരിക്കാം. മറ്റു ചിലർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതായിരിക്കാം. വേറെ ചിലർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിരിക്കാം. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ്. ആദ്യം ആ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പ്ലാൻ നമുക്കുണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഭയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറലിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് വരുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നിങ്ങൾ വരുന്നത്? അതാണ് നമ്മുടെ ഒന്നാമത്തെ പടി. ഈ നിയന്ത്രണം ഏറ്റെടുക്കാൻ വെറും 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1. ഭയക്കാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ധൈര്യമായിട്ടൊന്ന് നോക്കുക. 2. വെറുതെ പണം പോകുന്ന അനാവശ്യ ഫീസുകൾ ഈടാക്കുന്ന ബാങ്കുകളിൽ നിന്ന് രക്ഷപ്പെടുക. 3. നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ വ്യക്തമായൊരു പദ്ധതി തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ അടിത്തറ. കടം വീട്ടാൻ പ്രധാനമായും 2 വഴികളുണ്ട്. സ്നോബോൾ പോലെ ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. അല്ലെങ്കിൽ അവലാഞ്ച് പോലെ ഏറ്റവും ഉയർന്ന പലിശയടച്ച് കൂടുതൽ പണം ലാഭിക്കാം. ഇതിൽ ഏതാണ് മികച്ചതെന്ന് സംശയമുണ്ടോ? നിങ്ങൾ ഏതു വഴിയാണോ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ പിന്തുടരുന്നത്, അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച വഴി. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. ഓട്ടോമേഷൻ. എല്ലാ മാസവും അയ്യോ പൈസ മാറ്റിവെക്കണമല്ലോ, ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്നതിന് പകരം എല്ലാം തനിയെ നടന്നോളും. ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിയല്ല, നിങ്ങളുണ്ടാക്കുന്ന സിസ്റ്റത്തെയാണ് ആശ്രയിക്കുന്നത്. ഇതിനെ ഒരു സാമ്പത്തിക വെള്ളച്ചാട്ടം പോലെ സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശമ്പളം മുകളിൽ നിന്ന് വരുന്നു. അത് ഓട്ടോമാറ്റിക്കായി സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെന്റിലേക്കും ബില്ലുകളിലേക്കും ഒഴുകിപ്പോകുന്നു. അവസാനം നിങ്ങളുടെ കയ്യിൽ ബാക്കി വരുന്ന പണം ഒരു കുറ്റബോധവുമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാം. ഇതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുകയേ വേണ്ട. യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് സ്വാഗതം. ഇവിടെയാണ് നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു കാര്യം ഓർക്കുക, നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എത്ര കാലം നിങ്ങൾ നിക്ഷേപിക്കുന്നു എന്നതാണ്. സാറയുടെയും ജേസന്റെയും ഈ ഉദാഹരണം ഒന്ന് നോക്കൂ. സാറ വെറും 10 വർഷം നേരത്തെ നിക്ഷേപം തുടങ്ങിയതുകൊണ്ട് മാത്രം ജേസനേക്കാൾ ഇരട്ടിയിലധികം പണം സമ്പാദിച്ചു. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. അതുകൊണ്ട് എത്രയും നേരത്തെ തുടങ്ങുന്നുവോ അത്രയും നല്ലത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേട്ട് പേടിക്കുകയേ വേണ്ട. തുടങ്ങാൻ സങ്കീർണമായ വഴികളൊന്നും ആവശ്യമില്ല. ഈ ലളിതമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്, നിങ്ങളുടെ കമ്പനി എന്തെങ്കിലും നിക്ഷേപ സഹായം തരുന്നുണ്ടെങ്കിൽ അത് മുഴുവനായും വാങ്ങിയെടുക്കുക. അത് ഫ്രീയായി കിട്ടുന്ന പണമാണ്.
2. നികുതി ഇളവുകൾ തരുന്ന നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. 3. കുറഞ്ഞ ചെലവുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. ഏറ്റവും പ്രധാനമായി ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ സിസ്റ്റം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? പണത്തിനു വേണ്ടി പണമുണ്ടാക്കാൻ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയാണ്. അതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. എപ്പോഴും ഓർക്കുക, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല. നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് എടുക്കുന്ന ഒരൊറ്റ ചെറിയ ചുവടുവയ്പിലാണ്. നിങ്ങളുടെ ഭാവി ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. അത് തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അവസാനമായി ഒരു നിമിഷം കണ്ണടച്ചൊന്നാലോചിക്കൂ. പണത്തെക്കുറിച്ചൊരു ടെൻഷനുമില്ലാത്തൊരു ജീവിതം അതെങ്ങനെയായിരിക്കും? നിങ്ങളുടെ സമ്പന്നമായ ജീവിതം എന്താണ്? ആ ചിത്രം മനസ്സിൽ കാണുക. കാരണം അത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പണത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. അടുത്ത തവണ കാണുന്നതുവരെ നിങ്ങളുടെ സമ്പന്നമായ ജീവിതം കെട്ടിപ്പടുത്തുന്നത് തുടരുക.